പാതിരാത്രി സമയത്ത് സിനിമകൾ കണ്ടുകൊണ്ട് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രസിച്ചവനാണ്. കാമുകരമായി ചാറ്റിംഗ് നടത്തിയ പെങ്ങളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളാണ്. വാപ്പ പ്രവാസിയാണ്. അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ ഒരു വെയിലത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടുന്ന പണം തന്റെ മക്കൾക്ക് അയച്ചു കൊടുക്കുമ്പോ മക്കള് ബാംഗ്ലൂരിലും മക്കൾ എറണാകുളത്തും അടിച്ചു പൊളിക്കുന്ന കാലഘട്ടമല്ലയോ. വാപ്പയോട് ഫീസ് വേണമെന്ന് ആവശ്യപ്പെട്ട് ആ ഫീസ് കൊണ്ട് അടിച്ചു പൊളിക്കുന്ന മക്കളല്ലയോ. തൗബ ചെയ്യടേ, തൗബ ചെയ്യടേ, നരകം വിലക്ക് വാങ്ങരുതേ, ഖബറിലും അദാബാണ്, അദാബാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി ഇന്ന് സമൂഹം? എവിടെ എത്തിപ്പോയി? തെറ്റിയാത്തവരെ തെറ്റ് ചെയ്തില്ലേ നീ റബ്ബിലേക്ക് നീ ഏറ്റുപറ. ഇനി ഇന്ന് പുറകോട്ട് പോകണ്ട. എന്തായാലും തെറ്റ് സംഭവിച്ചു പോയി. ആലിമീങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റി ചിന്തിക്ക്, മാറി ചിന്തിക്ക്. ഇനിയെങ്കിലും നന്നാവ്. നീ അവരെ എതിർക്കണ്ട. കഞ്ചാവിന്റെ വിഷയത്തിൽ ഒരു സഹോദരൻ ഇവിടെ എതിർത്തപ്പോ ആ സഹോദരനെതിരെ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇട്ടുകൊണ്ട് അവനെ കൊന്നുകളയുമെന്ന് വാദിച്ചതാകുന്ന ചെറുപ്പക്കാരുള്ള നാടാണ് നമ്മുടെ നാട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയോ ചെറുപ്പക്കാരിന്ന് കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുകയാണ്. സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ഖുർആൻ ഓതി സൂറത്തുൻ നൂഹ് ഓതി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല മഴ ലഭിക്കണോ, സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ വർഷിക്കണോ, നിങ്ങൾ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണേ. മഴയിലോ സാദേ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. എങ്ങനെ ചൂടില്ലായിരിക്കും? ആ രീതിയിലുള്ള ചൈതന്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ മരണോ, നല്ല ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ ശ്ലാഘനീയമാകുന്നത്. ഖുർആൻ ഓതുന്ന, ഹദീസുകൾ പറയുന്ന, ഔലിയാക്കളും അമ്പിയാക്കളുടെ പേരിൽ നടത്തുന്നതാകുന്ന നേർച്ചകൾ അവിടെയാണ് പ്രസക്തമാകുന്നത്. ഈ മൗവലിന്റെ സംഘാടക സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു അവരെ ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വളരെ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരും സഹോദരങ്ങളും സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഈ സദസ്സിൽ നമ്മൾ ഖുർആൻ ഓതുന്നു, ഹദീസുകൾ ചൊല്ലുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. അതിലൂടെ പടച്ച റബ്ബ് നമുക്ക് കാരുണ്യം വർഷിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതിയ കാരുണ്യം കിട്ടുമെന്നല്ലേ, വെറുതെ പറയല്ലല്ലോ. അതൊക്കെ പറയും ആയത്ത് ഹദീസ് ഒരുപാട് പോകും. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുമേ, കാരുണ്യം ചൊരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കരുണ വർഷിക്കും ഖുർആൻ ഓതുന്ന സദസ്സ്. അങ്ങനെയാണ്. അല്ലാഹു നമുക്ക് കരുണ വർഷിക്കുമാറാവട്ടെ. അപ്പോൾ മഴ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം വേണം. കണ്ടില്ലേ, ഭയങ്കര ജലപ്രളയമായിരുന്നു കേരളം കണ്ടിരുന്നത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്. എവിടെ പോയി? ഇപ്പൊ കിണറ്റി വെള്ളമൊന്നുമില്ല. വെള്ളം മുഴുവൻ കൊണ്ടുപോയി പടച്ചു. അതുകൊണ്ടല്ലേ 114 സൂക്തങ്ങളിൽ ഒരു സൂക്തം ഓതി കഴിയുമ്പോൾ അല്ലാഹ് എന്ന് പറയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയണം ഒരു സൂക്തം ഓതി കഴിയുമ്പോൾ. ഏതാണ് ആ സൂക്തം? സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമോ നമ്മൾ പാരായണം ചെയ്യാറുള്ള, പാരായണം ചെയ്യേണ്ടുന്ന സൂറത്തല്ലയോ സൂറത്തുൽ മുൽക്ക്. ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ അവസാനത്തെ ആയത്ത് ഓതി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയണം? അല്ലാഹ് എന്ന് പറഞ്ഞു പറയണമെന്നാണ്. വേറെ ഒരു സൂക്തത്തിലും ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് പറയേണ്ട അവസ്ഥയില്ല. അത് അല്ലാഹ് എന്ന് വിളിച്ചു. എന്താണത്? ഖുൽ ഇന്ന അസ്ബഹ മാഉകും ഗൗറാ, ഖുൽ ഇന്ന അസ്ബഹ മാഉകും ഗൗറാ فمن يأتيكم بماء معين. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്,
നബിയേ നബിയേ തങ്ങളൊന്ന് ചോദിക്കണേ ഈ സമൂഹത്തോട്, ഈ മനുഷ്യരോട്, ഈ തെറ്റിൽ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരോട് തങ്ങളൊന്ന് ചോദിക്കണേ. ഇന്നസ്ബഹ മാഉകും ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ കിണറ്റിലുള്ള വെള്ളത്തെ, നിങ്ങളുടെ തോട്ടിലുള്ള വെള്ളത്തെ, നിങ്ങളുടെ ജലാശയങ്ങളിലുള്ള വെള്ളത്തെ വറ്റിച്ചെടുത്താൽ ആരാണ് നിങ്ങൾക്ക് നല്ല ശുദ്ധജലം തരുക? ഒരു ചോദ്യമായിട്ടാണ് നിർത്തുന്നത്. ആര് തരും? ഉറക്കെ പറയൂ. അല്ലാഹു അല്ലാഹു അല്ലാഹ്. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ റാത്തീബിൽ കൊണ്ടുവന്നതാണ്. അവസാനം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനാദരവുകൾ വെച്ചിട്ട് പറയും അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ്. ഈ ലോകത്തിന്റെ തമ്പുരാനല്ലാതെ, ജഗന്നിയന്താവല്ലാതെ ഒരു ശാസ്ത്രലോകത്തിനും കഴിയില്ല കേട്ടോ. വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണ്. എന്തുകൊണ്ട്? പറഞ്ഞു പോകും. കാരണം റബ്ബ് കൊണ്ടുവന്നതാണ്. എന്ത് വെള്ളമായിരുന്നു! രണ്ടാം നിലയുടെ മുകൾ ഭാഗം വരെ വെള്ളം, രണ്ടാം നില വരെ പരിപൂർണമായി നിറഞ്ഞ സ്ഥലം വരെ പല പ്രദേശങ്ങളിലുണ്ടായിട്ടുണ്ട്. ഓർത്തു നോക്കിയ ഒരു വീടിന്റെ പൊക്കമൊന്ന് ചിന്തിച്ചു നോക്ക്. അതിന്റെ 2 നില എന്ന് പറഞ്ഞാൽ 20 അടി പൊക്കത്തിലൊക്കെ വെള്ളം വരിക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്താ ഈ സംഭവിച്ചത്? എവിടുന്ന്? എന്നിട്ട് ആ വെള്ളമൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചിന്തിക്കും നമ്മൾ. ഇപ്പൊ വെള്ളമില്ല. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. അസ്റോഡിന്റെ ഭാഗങ്ങളിൽ അള്ളാഹു അത്തരത്തിലുള്ള ഒരു വിപത്ത് നൽകിയില്ല. അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള വിപത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതൊരു അനുഗ്രഹമാണ്. പക്ഷേ വിപത്ത് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നന്ദിയുള്ള മനസ്സാകണം. നന്ദിയുള്ള മനസ്സാകണം. അനുഗ്രഹങ്ങൾ വരുമ്പോ നന്ദി പ്രകാശിപ്പിക്കുന്നവനാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഴ ലഭിക്കണോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രം അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം പോകും. ഞാൻ ഭയക്കുന്നു. ഉസ്താദേ, പണമില്ല ഉസ്താദേ, വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറമ്പ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഗൾഫിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നീയത്തുണ്ട് ഉസ്താദേ. മകനെ MBBS പറഞ്ഞേക്കണമെന്നുണ്ട്, പൈസ വേണം ഉസ്താദേ. പണമില്ല, പവറില്ല എന്ന് പറയുന്നവരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം മരുന്നാണ്. വയംദിദുകും ബിഅംവാൽ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അധികരിപ്പിക്കുമത്രേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയാലെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാ. പിന്നെ നീ എന്തിനാ മടിക്കുന്നത്? ഞാനതാ പറഞ്ഞത്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ശങ്കയുണ്ടാകും. തന്നെയാണോ ഇപ്പൊ ഈ മൂല്യര് പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതെ അസ്തഗ്ഫിറുല്ലാഹ് നല്ല കാര്യം. നമുക്ക് അങ്ങനെ ചിന്ത വന്നുപോയി. നമുക്ക് ഈ ദിക്റിനൊന്നും ഒരു വില വെക്കുന്നില്ല. അത് നമുക്ക് പറ്റിപ്പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ? മൂസാ നബി പോലും അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹു എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ താ. അല്ലാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. പ്രവാചകരോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. പ്രത്യേകമായി ദിക്ർ തരാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. അനുവാദം കൊടുത്തത് അതാണ്. അലി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ മകളെ വിവാഹം കഴിക്കാൻ സൗഭാഗ്യം കിട്ടിയവനാണ് ഞാൻ. എനിക്ക് അവിടുത്തോട് ചോദിക്കാനുള്ളത്, അവിടുന്ന് അല്ലാഹുവുമായി വലിയ അടുപ്പമാണ്. ആ സാമീപ്യം എനിക്കും ഒന്ന് കരഗതമാക്കണമെന്നുണ്ട്.
മരുമകൻ നേരിട്ട് ചോദിക്കാൻ, അമ്മായിയപ്പനോട് ചോദിക്കാൻ, റസൂലുള്ളാഹിയോട് ചോദിക്കാം, അതെ നിങ്ങൾ അല്ലാഹുവായിട്ട് ഭയങ്കര അടുപ്പമാണല്ലോ, എനിക്കെന്തായാലും നിങ്ങളുടെ മകളുടെ വിവാഹം കഴിക്കാൻ പറ്റിയുണ്ട്, അപ്പൊ എനിക്കൊരു കൊതിയുണ്ട്, എനിക്ക് റബ്ബുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാകണം, അതിനൊരു ദിക്ർ തരണം. നമ്മൾ വാങ്ങാറുണ്ടല്ലോ, നമ്മൾ ഉസ്താദുമാരത്ത് പോയിട്ട് ദിക്ർ വാങ്ങും, അതെ എനിക്കൊരു ജാത്തിനൊരു ദിക്ർ തരണം അല്ലേ, കൊടുത്തായിട്ട് ജീവിതത്തിൽ ചെല്ലത്തുമില്ല, കാര്യമായിട്ട് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. അതങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ അധികം ശീലം. അത് വേണ്ട, വാങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ ചെയ്യണം. ഒരുപാട് കൊട്ടപ്പണക്കിന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകരുത്, അത് പൊരുത്തക്കേടാവും. നല്ല സാലിഹീങ്ങളാകുന്ന നല്ല നല്ല ആലിമീങ്ങൾ നമുക്കുണ്ട്, അവരെ കണ്ടിട്ട് ആ മഹത്തുക്കളുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങി നല്ല ദിക്ർ വാങ്ങിയിട്ട് നമ്മൾ ചെല്ലുക. സ്വലാത്തുകൾ അനുവാദം ഒരു തരുന്നു, ദിക്ർ തരുന്നു. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ചെല്ലാൻ പറ്റാനുള്ള സമയവും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി. ആവശ്യമില്ലാതെ വാങ്ങിച്ചിട്ട് കുരുത്തക്കേട് വാങ്ങണ്ട, ചെല്ലാൻ പറ്റാതെ അത് ചെയ്യണം, നല്ലതാണല്ലോ. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അവിടുന്ന് പ്രത്യേകമായ ഒരു ദിക്ർ താ. അപ്പോൾ നബി തങ്ങൾ കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലാക്കണം, നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 വട്ടം ചൊല്ലും. ആരെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ തന്നെ ചെല്ലും. ഒരു 3-ന്റെ അന്ന് വിളിച്ച്, 7-ന്റെ അന്ന് വിളിച്ച്, 11-ന്റെ അന്ന് വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കാൻ സമയമാകുമ്പോഴത്തേക്കും കൈ കഴുകി കയറി ചെല്ലും. അതാ നമ്മുടെ ജീവിതം. ലായിലായില്ലെന്നൊക്കെ നമ്മളില്ല, അത് മുത്തല്ലിങ്ങളും ഉസ്താദുമാരും ചെല്ലിക്കോട്ടെ, അവരില്ലെങ്കിൽ ഫിത്നയാക്കാനും നമ്മൾ മുമ്പന്തിയിലുണ്ടാവും. നമുക്ക് ചെല്ലാൻ മടിയാ, നമുക്ക് റാഹയായിട്ട് ഫുഡ് അടിക്കാം. ഇതല്ലേ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം നമ്മളതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ചൊല്ലി തഹ്ലീൽ ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അവന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് ഇമാം താവൂസ് റളിയല്ലാഹു തആല അൻഹു, താബികളിൽ പ്രമുഖനായ മഹാനുഭാവൻ പറയാനുള്ള കാരണം പാപം പുറത്തു കിട്ടുമെന്ന് താബികളിൽ പ്രമുഖനായ താവൂസ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ പറയാനുള്ള കാരണം അതാണ്. ദിക്ർ ചെറിയ സംഭവമല്ല, വലിയ സംഭവം തന്നെയാണ്. ചെല്ലണം, നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാഹല്ലദീം കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ച റബ്ബേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. പാപമില്ലാത്ത, പാപക്കറകളില്ലാത്ത, പാപപങ്കുലമായ ജീവിതമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തെറ്റ് പോലും ഹൃദയം കൊണ്ട് ചിന്തിക്കുക പോലുമില്ലാത്ത, നാവ് കൊണ്ട് പറയുക പോലുമില്ലാത്ത റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുമായിരുന്നു. നബി 100 ചൊല്ലുമ്പോൾ നമ്മൾ അതിനെ ഇരട്ടിയിടണം. ഏറ്റവും കുറഞ്ഞത് ഒരു 100 നമുക്ക് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാധിക്കൂല ഇൻഷാ അല്ലാഹ്, സാധിക്കും. ഇത് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ചെല്ലും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കാശിന്റെ കാര്യം കൂടെ പറഞ്ഞു. ഫുലൂസ് കിട്ടുമെന്നും കൂടെ പറഞ്ഞപ്പോ റാഹത്തായി. നാളെ മുതൽ അസ്തോ. അതിനു മുമ്പ് മഴയൊക്കെ കേട്ടപ്പോ എന്ത് മഴ, ചൂടായാലും കുഴപ്പമില്ല, സീറ്റ് അടക്കാം എന്ന് കരുതിയിരുന്നു. ഫുലൂസിന്റെ കാര്യം പറഞ്ഞപ്പോ ഹാജിയാർ കുറിച്ച് വെച്ചു അസ്തഗ്ഫിറുല്ലാഹി മനസ്സിൽ. ശരിയല്ലേ? നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പടച്ചവൻ അറിയാമല്ലോ. പടച്ചവൻ നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് പടച്ചവൻ അമ്വാൽ നിങ്ങളുടെ പറയാൻ കാരണം. ഇനി വേറെ വിഷയം കൂടെ പറയുന്നുണ്ട്, അത് വളരെ പഠിക്കേണ്ട വിഷയം. ഒരു വിഷയം തീർന്നില്ല. അസ്തഗ്ഫിറുല്ലാഹി മഹത്താണ്, ഇത് പഠിക്കണ്ടേ. ആൺമക്കളില്ലാതെ, മക്കളില്ലാതെ, സന്താനമില്ലാതെ എന്റെ സമ്പാദ്യമുണ്ട് പടച്ച റബ്ബേ, കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട്, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, പക്ഷെ ഇതിനൊരു അനന്തരാവകാശി ഇല്ലാതായി പോയാണ്. എനിക്ക് മക്കളെ വേണമെന്ന് ആശിക്കുന്നവരെ ഇന്നും ഈ മൗൽ മഖാമിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് വിനീതം പുറത്തോട്ട് വരുമ്പോഴും 3 പേര് കൈക്ക് പിടിച്ച് പറഞ്ഞത്, മക്കളില്ല ഉസ്താദേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഏത് സദസ്സിൽ പോയാലും 2 കാര്യത്തിന് വേണ്ടിയുള്ള ദുആ ഉണ്ടാകും. ഒന്ന്, ഒരാളെങ്കിലും പറയും ഉസ്താദേ എനിക്ക് ക്യാൻസറാണ്, ക്യാൻസറാണ്.
മറ്റൊരാളെങ്കിലും പറയും എനിക്ക് മക്കളില്ല മക്കളില്ല. എല്ലാ ഇൽമിന്റെ സദസ്സിലുള്ളവരോ അല്ലാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാലിഹും സാലിഹത്തുമായ മക്കളെ അല്ലാഹു നൽകട്ടെ. മക്കളെ വേണമെന്ന് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. സാലിഹായ മക്കൾ വേണം എന്ന് ദുആ ചെയ്യണം. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം, അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെയല്ലേ ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നത്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹുവേ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മകനെ എനിക്ക് നീ സമ്മാനമായി നൽകണേ അല്ലാ, എനിക്ക് നീ ഹിബത്തായി നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സഹിഷ്ണുതയുള്ള അറിവുള്ള തികഞ്ഞ ഒരു പണ്ഡിതനെ, ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നല്ല സച്ചരിതയിൽപ്പെട്ടതാകുന്ന മക്കളെ എനിക്ക് നീ നൽകണേ അല്ലാ, എനിക്ക് നീ നൽകണേ അല്ലാ. സാലിഹായ മകനെ എനിക്ക് നൽകണേ അല്ലാ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കെ സക്കരിയ നബിക്ക് പ്രാർത്ഥന നിർവഹിച്ച സക്കരിയ നബിയുടെ ദുആ ഉത്തരം ചെയ്തുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, സക്കരിയ സക്കരിയ, ഇതാ നിങ്ങൾക്ക് ഒരു മകനെ യഹ്യ എന്ന പേര് വെച്ചിട്ട് ഒരു മകനെ സമ്മാനമായി നൽകുകയാണ്. ആ മകനെ സാലിഹാണ്, സാലിഹാണ്, അവൻ നല്ല വ്യക്തിത്വമാണെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ പറയണം, എനിക്ക് സാലിഹായ ഒരു കുട്ടി കിട്ടണം ദ്വാര. കാരണം മക്കള് ധാരാളം ഉണ്ട്, അവര് സാലിഹ്യങ്ങളാകാനാണ് പ്രശ്നം. അവിടെയാണ് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊക്കെ മക്കളെത്താന്ന് പറഞ്ഞു സാധനം തന്ന് പടച്ചവനെ, അപ്പോഴേ ദ്വാരക്ക് പടച്ചവനെ ഇവനെ നന്നാക്കിയാൽ മതിയായി. ഏത് എത്തിങ്ങാനും കൊണ്ടുവിട്ടാലും ഇവനെ നന്നാകുക. എത്ര യാസീനോദി ഇവനെ തലേ വെച്ചാൽ ഇവനെ റെഡിയാകുക. എട്ട മൊത്തം വണ്ടിരിക്കണം പടച്ചവനെ ഇവനെ നന്നായി കിട്ടാൻ എന്ന ചിന്തയിലിരിക്കുക. സാലിഹാകണ്ടേ ഭയങ്കര വിഷയമാണ്. സാലിഹാകണമെങ്കിൽ ഒരുപാട് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരും. ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണം. തുടക്കം തന്നെ ശ്രദ്ധിക്കണം, അങ്ങനെയല്ലേ? പിശാചിനെ തൊട്ട് കാവൽ തേടിയിട്ട് വേണം നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ മുതൽ ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല യുന്തവ ശൈത്വാനു യഹ്ലിലാ ഫയുജാമിഉ മഅഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ, ഭാര്യ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരന്മാര് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ വലം യുസമ്മില്ലാഹ തആല, അഊദു ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെയാണ് നീ ബന്ധപ്പെട്ടതെങ്കിൽ ഇന്തവ ശൈത്വാനു യഹ്ലിലാ, പുരുഷാ നിന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കിടക്കുമേ. ഫയുജാമിഉ മഅഹാ, പിശാച് പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ ചുരുണ്ട് കിടക്കുമത്രേ. അവൻ അവളുമായി ബന്ധപ്പെടുമ്പോ ബന്ധപ്പെടുന്നത് പിശാചാണ്, പിശാചാണ്. അതിലൂടെ ജനിക്കുന്ന മക്കൾക്ക് പൈശാചികതയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബിസ്മി ചൊല്ലണം, അഊദു ചൊല്ലണം. ആര് പഠിപ്പിച്ചു? നബിയുനാ റസൂലുള്ളാഹി. ഹദീസാണ് ഈ പറയുന്നത്. ഇന്തവ ശൈത്താനു യഹ്ലീല, ഇന്തവ യന്തവി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കാന്നാണ്. അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കും.
പിശാചിന് ഏത് കോലവും മാറാമല്ലോ. യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീർ എന്ന പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ അവർ രൂപം മാറും. മലക്കുകളോ യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീർ എന്ന പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ അല്ലാത്തതിലൊക്കെ മലക്കൾ രൂപം മാറും. പിശാച് ജനനേന്ദ്രിയത്തിനുള്ളിൽ ചുരുണ്ട് കിടക്കും. നീ അഊദു ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെട്ട കാരണത്താൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ നീ ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടുന്നത് പിശാചാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് കാവൽ തേടാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ജന്നിബി ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ. അല്ലാഹുവേ പിശാചിനെ നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ മകനെയും പൈശാചിക ബാധയെ തൊട്ട് കാക്കണേ അല്ലാഹ്. കാവൽ തേടാൻ പറഞ്ഞു. ഇതൊക്കെ ദുആണ് കേട്ടോ. ഇതൊക്കെ ദിക്റിൽ പെടുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ 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 നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളെ സാലിഹീങ്ങളായ മകളെ കിട്ടാൻ ദ്വാരക്കണം. മക്കളെ വേണോ, മക്കളെ വേണോ, അതിൽ തന്നെ ആൺമക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവനുണ്ടാകും. സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെയും നൽകും, സമ്പത്തും അല്ലാഹു നൽകും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിയാലെന്ന് വിശുദ്ധ ഖുർആൻ. മക്കളില്ലാത്ത ദ്വാരക്കാൻ എന്നോട് പറഞ്ഞവർ ശ്രദ്ധിച്ചോ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ശരിക്ക് പിടിച്ചോ. ഉറപ്പായിട്ടുണ്ടാവും, ശരിക്ക് ചെല്ലണം. അത് നിങ്ങൾ 100 എണ്ണം ചെല്ലിയാൽ പോരാ. നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് വേളകൾ അനുസരിച്ച് ശരിക്ക് എണ്ണം കൂട്ടണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു കൊടുത്തോ ഇത്. കാരണം ഖുർആൻ പറഞ്ഞ ചികിത്സയാണ്. നടത്തിക്കോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്. ചെല്ലാൻ പറ്റിയ നല്ല സമയം ഇടയത്താഴ സമയമാണ്. وبالأسحار هم يستغفرون إن المتقين في جنات وعيون آخذين ما آتاهم ربهم ووقاهم ربهم عذاب الجحيم كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. ഖുർആൻ പറയുകയാണ്, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗമുണ്ട്. മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അവരാരെന്നറിയുമോ? രാത്രിയിൽ അല്പം ഉറങ്ങുന്നവരാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മ, മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരി, മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദര, നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. നീ ഇടയത്താഴ സമയത്ത് അഥവാ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് നീ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അതൊന്നുകൂടി എഫക്റ്റുള്ള സമയമാണ്. അത്താഴം കഴിക്കുക അങ്ങനെയല്ല പറയാ. രാവിലെ നോമ്പിന്റെ സമയത്ത് അത്താഴം കഴിക്കാന്നല്ല പറയാ. ഇടത്താഴം അത്താഴം. ആ ടൈമിൽ എഴുന്നേറ്റിട്ട് നല്ലതുപോലെ ശരിക്കും 4 മണിക്ക് എഴുന്നേറ്റാൽ മതി. ഒരു 3:30 സമയം. മക്കളില്ലാത്തവര് കുറച്ചൊന്ന് കഷ്ടപ്പെടട്ടെ. ഒരു 1.5 മണിക്കൂർ എന്നാൽ നിനക്ക് ഉറക്കൊഴിക്കാൻ കഴിയില്ലേ? നീ മംഗലാപുരത്തും പറയപ്പെടുന്ന ജ്യോത്സ്യന്മാരുടെ മുന്നിലും പറയപ്പെടുന്നതാകുന്ന ആളുകളുടെ മുന്നിലും ദിവ്യശേഖാണെന്നൊക്കെ അവകാശപ്പെട്ട് കള്ളത്തൊരീക്കത്തിന്റെ വക്താക്കളായി നാട്ടിൽ വന്ന് കുമിഞ്ഞുകൂടുന്ന ജിന്നുമാരുടെ സവിധത്തിലേക്ക് നീ മണിക്കൂറുകളോളം പോയി നിൽക്കുന്നുണ്ടല്ലോ. അവിടെ നിനക്ക് പ്രശ്നമില്ല. ഈ മണിക്കൂറുകൾ കെട്ടി നിൽക്കും അവരുടെ മുന്നിൽ. ജിന്നുമാരുടെ അടുക്കലെ കൂടുന്ന മുസ്ലിം വനിതകൾ, കള്ളശൈഖന്മാരുടെ അടുക്കലെ കൂടുന്ന മുസ്ലിം സഹോദരങ്ങൾ, മക്കളില്ല, മക്കൾ റെഡിയാക്കി കൊടുക്കും. ഫ്ലക്സ് ഒക്കെ അടിച്ചിറക്കാൻ തുടങ്ങി. മക്കൾ റെഡിയാക്കി കൊടുക്കും, കല്യാണം റെഡിയാക്കി കൊടുക്കും. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ഫ്ലക്സ്, ഒരു ഉപ്പുപ്പാടെ ഫോട്ടോയും വെച്ചിട്ട് അയാൾ വെച്ചിരിക്കാൻ എല്ലാ പരിപാടിയും മുമ്പ് ചെയ്തു കൊടുക്കും. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും വല്ലാതെ കൂടിയിരിക്കുന്ന കാലഘട്ടം. നമുക്കെന്തിന് ഇവരുടെ ഒരു പുറകെ പോകണം? എത്രയോ സമുന്നതരായ നല്ല ആലിമീങ്ങൾ, സമസ്തയുടെ പണ്ഡിതന്മാർ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നല്ല നല്ല സൂഫി സരണിയിൽപ്പെട്ടവർ. അതിൽപ്പെട്ട ഒരു മഹാനല്ലേ ഇന്ന് മരണപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ അവരെ കാണാൻ പോയി. ഇന്ന് മാണിയൂർ ഉസ്താദ് അടക്കമുള്ള എത്രയോ വലിയ ആലിമീങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാരാണ് അവരുടെ ജനാസയിൽ പങ്കെടുത്തത്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ.
നമുക്ക് എത്രയോ മാതൃകയുള്ള ആലിമുകളുണ്ട്. നമ്മളെന്തിനാ ഇവരെ കേട്ടിട്ട് ഇങ്ങനെയുള്ള കള്ളശൈവന്മാരുടെ പുറകെ പോകുന്നു? അതിൽ മുൻപന്തി സഹോദരിമാരാണ്. ആരെങ്കിലും ഒരാൾ പറയും സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്, ഭയങ്കര സംഭവമാണ്, അവിടുത്തെ ഒരു വെള്ളം കുടിച്ചാൽ മതി, ചിന്ന വയറ്റിന്ന് പോയിട്ട് നിൽക്കൂല, റാഹത്താണ്, പിക്കോന്ന് പറയും. അങ്ങോട്ട് ഓട്ടാണ്. പിന്നെ പെണ്ണുങ്ങൾ മുഴുവൻ അങ്ങോട്ടും. ഇങ്ങനെ ഓരോരുത്തരെ ദിവ്യത്വം കൊൽപ്പിക്കുന്നതായ ആളുകൾ ശ്രദ്ധിക്കണേ. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ രാത്രിയിൽ നീ എഴുന്നേൽക്കണം. സുബഹിക്ക് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നീ എഴുന്നേൽക്കണം. രാത്രി 2:30 മണിക്ക് സമയത്ത് രാത്രിയിൽ ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇവിടുന്ന് കാസർഗോഡ് നിന്നുള്ള ആളുകൾ ട്രെയിനിൽ ഇങ്ങനെ കാത്തു നിൽക്കും. ആ ട്രെയിനിൽ കയറാൻ വേണ്ടി നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണെന്ന് എന്റെ ഓർമ്മ. ആ വണ്ടിയിൽ കയറാൻ നല്ല തിരക്കാണ്. ആ വണ്ടിയിൽ കയറാൻ വേണ്ടി തിരക്കാ. അപ്പൊ ചോദിക്കുമ്പോ എന്താ സംഭവം? ഇവർക്കെല്ലാവർക്കും എറണാകുളത്ത് എത്തണം. എറണാകുളത്ത് ലക്ഷോറിലും ആസ്റ്റർ മെഡിസിറ്റിയിലും ഒക്കെ ചികിത്സയിലാണ്, ക്യാൻസറിന്റെ ചികിത്സയിലാണ്. ധാരാളം ആളുകളുണ്ട്, ധാരാളം. അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ രാത്രി 2 മണി സമയത്തൊക്കെ വന്ന് ഉറക്കമുളച്ച് നിന്ന് വീട്ടിൽ നേരത്തെ പാക്ക് ചെയ്ത് വന്ന് നമ്മൾ നിൽക്കാണ്. മണിക്കൂറുകൾ യാത്ര ചെയ്യാണ്, നമ്മൾ കിലോമീറ്ററുകളും യാത്ര ചെയ്യാം. അവിടെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ചിലപ്പോൾ 2 ദിവസം അവിടെ റൂം എടുത്ത് താമസിച്ചിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരിക. വാപ്പ, വല്ലുപ്പ, കുടുംബാദികൾപ്പെട്ട പലരും ഒക്കെ അത്തരത്തിലുള്ള രോഗത്തിനടിമപ്പെട്ടവർ. ഇങ്ങനെ ഉറക്കമുളച്ചൊക്കെ യാത്ര ചെയ്യുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് 1 മണിക്കൂർ നിങ്ങൾ രാത്രിയിൽ ഒന്ന് എഴുന്നേക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? എഴുന്നേക്കാൻ തയ്യാറാകുന്നില്ല? എഴുന്നേറ്റിരുന്നു കൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണേ. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ സമ്മാനിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. തീർന്നില്ല. നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചതിനപ്പുറം എത്രയോ വലുതാണ് സ്വർഗമെന്ന് മനസ്സിലാക്കണേ. ആ സ്വർഗത്തിന്റെ വാതായനങ്ങൾ നിന്റെ മുന്നിൽ മലർക്കേ തുറക്കപ്പെടുകയാണ്. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. നിങ്ങൾക്കിതാ സ്വർഗീയമാകുന്ന പൂങ്കാവനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമേ. താഴ്ഭാഗത്തോടി ഒഴുകുന്ന സുന്ദരമായ അരുവികളുള്ള സ്വർഗീയ ആരാമങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ. ജന്നത്ത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഒരു സ്വർഗമെന്നല്ല, ജന്നാത്ത്, സ്വർഗീയ പൂങ്കാവനങ്ങൾ അല്ലാഹു സമ്മാനിക്കുകയാണ്. പടച്ച റബ്ബല്ലയോ വാഗ്ദാനം ചെയ്തത്. ചെല്ലാൻ റെഡിയാകണേ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിൽ പാപങ്ങൾ പൊറുക്കാൻ, അതിസുന്ദരമായ മഴകൾ ലഭിക്കാൻ, സാമ്പത്തിക സ്രോതസ്സുകൾ ഉയരാൻ, മക്കളെ പടച്ച റബ്ബ് നൽകാൻ, അതിനേക്കാൾ ഉപരി ആഖിറത്തിൽ സ്വർഗത്തിൽ മക്കളോടൊപ്പം ഒരുമിച്ച് ഓടാൻ, നിന്റെ കാലിന്റെ അടിയിലൂടെ അരുവികൾ ഒരുകുന്ന തരത്തിലുള്ള സ്വർഗത്തിലേക്ക് നിന്നെ ഇതാ മാടി വിളിക്കുന്നു ഖുർആൻ. നീ ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരുപാട് ദിക്റുണ്ട്. ആ ദിക്റിന്റെ മാത്രം ഒന്നും ഇപ്പൊ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല, ദീർഘമായി പോകും. ദിക്ർ ചൊല്ലണം, നമ്മുടെ ജീവിതത്തിൽ അത് അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ അനുയായികളിലേക്ക് നോക്കുമ്പോൾ അവർ കഴുതപ്പുറത്തിരുന്നിട്ട് വർത്തമാനം പറയാം. കഴുതയുടെ പുറത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറയാം, വർത്താനം പറയാം. ദുന്യവിയായ സംസാരമാണ്, ഇൽമല്ല. ആഖിറത്തിന്റെ കാര്യമല്ല സംസാരിക്കുന്നത്, ദുന്യവിയായ സംസാരമാണ്. അങ്ങനെയാണുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പൊ പള്ളിയിൽ ഇരുന്നിട്ട് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഖുർആന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഹദീസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് എടുത്തു കൊടുക്കുന്നു, അത് പ്രശ്നമല്ല. പള്ളിക്കകത്തിരുന്നിട്ട് ഭൗതികം പറയാൻ, അവിടെയാണ് വിഷയം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് പറയാ, ആ വാക്കൊക്കെ ഭയങ്കര വാക്കാണ്, വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കഴുതപ്പുറത്തിരുന്നിട്ട് സംസാരിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പുറത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് നബിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇർകബൂഹാ സാലിമാ വദഊഹാ സാലിമാ വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും റബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ വഅക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ് ഇർകബൂഹാ സലിമാ, ഒന്നില്ലെങ്കിൽ മാന്യമായി നിങ്ങൾ ഇതിന്റെ മുകളിൽ യാത്ര ചെയ്യണേ. വദഊഹാ സലിമാ, ഒന്നുകിൽ നിങ്ങൾ അതിനെ വിട്ട് പുറത്തു പോകണേ. മാന്യമായി അതിന്റെ മുകളിൽ യാത്ര ചെയ്യും. വാഹനമല്ലേ, കഴുതയല്ലേ, അതിന്റെ പുറത്ത് അത് ജീവനുള്ള വസ്തുവല്ലേ, അതിന്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാതെ ഒന്നില്ലെങ്കിൽ യാത്ര ചെയ്യും, അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്ക്, എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ, വേറെ വല്ല വഴിക്ക് പോയി അതിന്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങളുടെ സംസാരത്തിലുള്ള ദുന്യവിയായ സംസാരത്തിലുള്ള ഇരിപ്പിടങ്ങളാക്കി അതിന്റെ മുതുകിനെ മാറ്റരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾക്ക് എന്തെങ്കിലും ദുന്യവിയായ സംസാരിക്കാനുണ്ടെങ്കിൽ അതിന്റെ മുതുകത്ത് കയറിയിരിക്കണ്ട, അവിടെ ഇറങ്ങിക്കോ. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് റബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ, എത്രയെത്ര വാഹനങ്ങളാണ്, ആ വാഹനത്തിൽ കയറിയവരേക്കാൾ വാഹനം ഉത്തമമാണ്, വാഹനത്തിൽ കയറിയവരേക്കാൾ ഉത്തമം വാഹനമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തേ കാരണം? വാഹനത്തിൽ കയറിയവരേക്കാൾ കൂടുതൽ റബ്ബിനെ ദിക്ർ ചൊല്ലുന്നവർ അവരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ വാഹനത്തിന്റെ മുകളിൽ കഴുതയുടെ പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്ന സ്വഹാബി നിന്നേക്കാൾ ഒരുപക്ഷേ ദിക്ർ റബ്ബിനെ ചെല്ലുന്നവൻ ഈ ഇരിക്കുന്ന കഴുതയാണ്, ഈ വാഹനമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് ലോകത്തെ എല്ലാ വസ്തുക്കളും അല്ലാഹുക്ക് ദിക്ർ ചെല്ലുന്നുണ്ടല്ലോ, അല്ലാഹുക്ക് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അങ്ങനെയാണ് كل قد علم صلاته وتسبيحا ألم تر أن الله يسجد له من في السماوات ومن في الأرض كل قد علم صلاته وتسبيحا. ആകാശത്തോടെ പറന്നു നടക്കുന്ന പറവകൾ ഭൂമിയിലിതാ സമുദ്രത്തിന്റെ അടിയിലൂടെ ഊളിയിട്ട് നീതി തുടിക്കുന്ന മത്സ്യങ്ങൾ, ഈ ഭൂമിയുടെ പുറത്തുകൂടി ഇഴഞ്ഞു നിൽക്കുന്ന ജന്തുക്കൾ, ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാം അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കുല്ലും ഖദ് അലിമ സ്വലാത്തുഹു വതസ്ബീഹാ, ഒക്കെ അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ നടന്നു പോകവേ ഒരു അനുയായി ഒരു ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെറുതെ നിരടി. നിബിതങ്ങൾ പറഞ്ഞു പാടില്ല, ഒരു ഇലയാണ്, ഒരു ഇല ഇങ്ങനെ പെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ല. അവിടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകം, അത് ഇല ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെറുതെ നിരടി. നിബിതങ്ങൾ പറഞ്ഞു പാടില്ല, ചെയ്യരുത്. പ്രകൃതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അതൊക്കെ തസ്ബീഹ് ചെല്ലുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇലകൾ ഇങ്ങനെ ആടുന്നില്ലേ, തസ്ബീഹ് ചെല്ലാൻ. വൃക്ഷങ്ങൾ ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, തസ്ബീഹ് ചെല്ലാൻ. കാറ്റടിക്കുമ്പോ ഇങ്ങനെ ആടുന്നു, തസ്ബീഹ് ചെല്ലാൻ. അതിൻ്റെതായ രീതിക്കുള്ള തസ്ബീഹ്, അതിൻ്റെതായ രീതിക്കുള്ള തസ്ബീഹ്. വശംസു വൽ ഖമറു യസ്ജുദാൻ, വശംസു വൽ ഖമറു യസ്ജുദാൻ. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ, പകൽ നിൽക്കുന്ന കത്തിച്ചൊലിക്കുന്ന സൂര്യനും രാത്രിയിൽ ശോണിമ നൽകുന്ന ചന്ദ്രനും അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് സൂറത്തുർ റഹ്മാൻ. വശംസു വൽ ഖമറു യസ്ജുദാൻ, സൂര്യനും ചന്ദ്രനും അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏത് വസ്തു റബ്ബിന് ദിക്ർ ചെല്ലാത്തത്?
അതുകൊണ്ട് ഇതിന്റെ മുകളിൽ കയറി സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ദിക്ർ ചെല്ലണം. ദുന്യവിയായ സംസാരം സംസാരിക്കരുത്. അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ യാത്ര ചെയ്യും മാന്യമായിട്ട്. കാരണം നിങ്ങളെക്കാൾ ഉത്തമം ഒരു പക്ഷേ ആ വാഹനമായിരിക്കാം. ഏറ്റവും കൂടുതൽ ദിക്ർ അതായിരിക്കും ചൊല്ലുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നൊരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദുനിയാവിലെ 4 നിധികളിൽ ഒരു നിധിയാണ് പറഞ്ഞത്. അടുത്ത കൊല്ലം 2ാമത്തെ നിധി പറയും, അതിനടുത്ത കൊല്ലം 3ാമത്തെ നിധി, അതിനടുത്ത കൊല്ലം 4ാമത്തെ നിധി. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇന്ന് ഓടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞോണമെന്നില്ല. എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ അവലോസാക്കി തരാൻ പറ്റും. ഇത് തന്നെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനിയുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. എത്രയോ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട എത്രയോ ദിക്റുകൾ ഇനിയുണ്ട്. എത്രയോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം കൂടി കൊണ്ടുപോകണ്ട. ഇന്നിപ്പോ കൊണ്ടുപോകുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റാൻ. അത് ശരിക്കും പിടിച്ചോ. ശരിക്കും പിടിക്കും. ഒരു കൊല്ലം കൊണ്ട് നിങ്ങളൊക്കെ നല്ല സാമ്പത്തിക ശേഷിയും സാലിഹീങ്ങളാകുന്ന മക്കളും നല്ല ആരോഗ്യവും ദീർഘായുസ്സും പാപം പൊറുക്കപ്പെട്ട നിലയിലുമൊക്കെ അല്ലാഹു ആക്കി നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും അമൽ ചെയ്യൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റൊന്ന് മുന്നോട്ട് വന്ന് എല്ലാവരും ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഒന്ന് വന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും പറയണം, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ബാക്കിൽ ഓടി നിൽക്കുന്നവരൊക്കെ എല്ലാവരും അവിടെ സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചില്ല. ഇനി അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നമ്മളെല്ലാ വർഷവും ആണ്ട് നേർച്ചയ്ക്ക് 1500 കിലോയാണ്, അഥവാ 15 കിൻഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറച്ചി വെക്കൽ. വലിയൊരു ഖൈറാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഈ വർഷം അതിലേക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ആരോ ഒന്ന് തുടങ്ങി വെക്കുക, 1 കിൻഡൽ വെച്ചൊന്ന് പറഞ്ഞു. ഓരോരുത്തർ കഴിയുന്നവർ അല്ലാഹു തൗഫീഖ് തരട്ടെ. 50 കിലോ പറയാൻ പറ്റുന്നവർ പറഞ്ഞ 1 കിൻഡൽ പറയാൻ പറ്റുന്നവർ അങ്ങനെ ഒന്ന് പറഞ്ഞു. ഒരാൾ തുടക്കം ഇട്ടാൽ മതി. അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവന്റെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അടുത്ത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന കൗമാണല്ലോ പഠിച്ചവൻ. ഇങ്ങോട്ട് വാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ആഫിയത്ത് നൽകണം റബ്ബേ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആദ്യമായി സദസ്സിലേക്ക് ആരാണ് പറയുന്നത്, അവർക്ക് ഖൈറായ ജീവിതം നൽകണം അല്ലാ. കടമില്ലാത്ത ജീവിതം നൽകണം റബ്ബേ. മറ്റൊരാളുടെ മുന്നിൽ ഇരക്കേണ്ട അവസ്ഥ, മറ്റൊരാളുടെ മുന്നിൽ ഒരാളോട് 10,000 താടാ, 1,00,000 എനിക്ക് കടം താടാ എന്ന് പറയുന്ന ദുരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണം റബ്ബേ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ പൊരുത്തം ജീവിതത്തിലുടനീളം നൽകണേ അല്ലാ. തുടങ്ങി വെക്കൽ എത്ര 50 കിലോ പേരെന്ന് പറഞ്ഞു. മുഹമ്മദ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. മുഹമ്മദ് എന്ന സഹോദരൻ 50 കിലോ കുലൂ തക്ബീർ അല്ലാഹുവേ സ്വീകരിക്കണം അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ ബറക്കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ഐശ്വര്യങ്ങൾക്കും പിന്നിൽ ഈ ശൈഖ് അവരുടെ മദതുണ്ടെന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ നൽകുന്നത്. പടച്ച റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഈ വിനീതനക്കമുള്ള ആലിമീങ്ങളോട് ബഹുമാനവും ആദരവും വെച്ച് പുലർത്തുന്നവരാണ്. നീ കബൂലാക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ ബറക്കത്ത് നൽകണം അല്ലാ. ഐശ്വര്യം നൽകണം അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം റബ്ബേ. ആബിദീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഖിറത്തിലെ ഉപകരിക്കുന്ന അമാലുകളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത വേഗം പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത 50 പറയാൻ പറ്റുന്ന ഒരു 100 ഉള്ളത് സ്ത്രീകളുടെ ഭാഗത്തേക്കൊന്ന് പോകണം. ഇൻഷാ അല്ലാഹ് വേഗം അവരെ കൊണ്ട് കഴിയുന്നവർ 10 പറയുന്നവരുണ്ടാകും, 25 ഉണ്ടവരുണ്ടാകും. ഒക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. കബൂലാക്കുമാറാവട്ടെ. നമ്മൾ കഴിക്കാൻ മാത്രമല്ലല്ലോ, നമ്മൾ കൊടുക്കുന്നവർ കൂടിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ നേരത്തെ ചോറ് നമുക്ക് 2 കിലോ കിട്ടിയാൽ കൊള്ളായിരുന്നു, അങ്ങനെ ആഗ്രഹിക്കരുത്. നമ്മൾ കൂടി അങ്ങോട്ട് കൊടുക്കണം.
അല്ലാഹു തൗഫീഖ് തരട്ടെ, കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് വരെ ജീവിതത്തിൽ അങ്ങനെയാണ് ശീലിച്ചു പോന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മടിയില്ല. അതൊരു വലിയൊരു ബർക്കത്താണ്. എത്രയോ മുത്തലിമീങ്ങൾക്ക് ആഹാരം നൽകുന്ന നാടാണ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ഒക്കെ ഒരു ബർക്കത്താണ്. ഒരു വലിയൊരു പണ്ഡിതൻ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിത്തവും വിദ്യാഭ്യാസവും അല്ല, വലിയ പഠിപ്പൊന്നുമില്ല, നമുക്ക് വലിയ വിദ്യാഭ്യാസത്തിന്റെ ജീവിതം കൊണ്ടൊന്നും അല്ല നമുക്ക് ഈ കിട്ടിയ നിഅമത്തുകളൊന്നും, ഈ സമ്പാദ്യവും ഈ സൗഭാഗ്യമൊന്നും. മറിച്ചെന്താ, ആലിമീങ്ങളെ, ദീനിന്റെ അഹ്ലുകാരെ, ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹത്തുക്കളെ ആദരിച്ചു ബഹുമാനിച്ചു ആ ഒരൊറ്റ പൊരുത്തമാണ്, ആ ഒരൊറ്റ പൊരുത്തം. അതുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടിയതൊക്കെ നിഅമത്തുകൾ. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ? കാസർഗോഡിന്റെ പരന്ന പ്രദേശങ്ങളിലൊക്കെ കാണുന്ന വളരെ മനോഹരമായ വീടുകൾ, കമനീയമായ വാഹനങ്ങൾ, സുന്ദരമായ ജീവിതം, സാലിഹീങ്ങളാകുന്ന മക്കൾ, നല്ല സുന്ദരിമാരാകുന്ന സഹോദരിമാർ, ഇതൊക്കെ പടച്ച റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ട്? നമ്മൾ ഔലിയാക്കളെയും മഹത്തുക്കളെയും ബഹുമാനിക്കുന്നു, അവരുടെ തണലിനായി ജീവിക്കാൻ ആശ വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കൈവടിയരുത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. വേഗം പറ. പ്രായമുള്ളവർ നിൽക്കുകയാണ്, സമയമില്ല. 25 പറയുന്നവര് പറഞ്ഞോളി, 10 പറയുന്നവര് പറഞ്ഞോളി. വേഗം പറയണം. ഇനിയുണ്ടല്ലോ. ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് പറയണം. പറയുന്നവരെന്ന് കൈ ഉയർത്തിയും പേര് പറയുമ്പോൾ അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. മുഹമ്മദ് അല്ലേ? അല്ലാഹുവേ സ്വീകരിക്കണം റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയത്തുകളെ സാധൂകരിക്കണം റബ്ബേ, ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഖൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണം അല്ലാഹ്. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്, കബൂലാക്കണേ അല്ലാഹ്. ഈ മഹാനുഭാവനോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. മഹ്ശറിൽ അവരോടൊപ്പം നിലകൊള്ളാൻ ഇവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ സർവ്വ അപകടങ്ങളിൽ നിന്ന് രക്ഷകനായി, ദുരിതങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് കാവൽ കിട്ടുവാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. ഈ മഹാനുഭാവന്റെ മദദ് ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. ഇനിയുണ്ടോ അടുത്തയാള്? വേഗം പറയണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയാ അവരെവിടെയാണ്? വേഗം പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് വേഗം പറയണം. കഴിയുന്നത് പറഞ്ഞോളൂ. നിങ്ങളെ കൊണ്ട് 10 പറയുന്നവർ അങ്ങനെ, 20 കഴിയുന്നവർ അങ്ങനെ, 25 കഴിയുന്നവർ അങ്ങനെ, ഒരാൾ ഒഴിയരുത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ എന്തായാലും കൊടുക്കാൻ നിയത്ത് വെക്കാൻ. ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഇന്ന് മുതലുള്ള ദുആകളിൽ അങ്ങോട്ട് മുഴുവനും നമ്മൾ പങ്കാളികളാകുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വേഗം പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധവേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ നബിതങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബിതങ്ങൾ സഹായം ചോദിച്ചപ്പോൾ എഴുന്നേറ്റുകൊണ്ട് നബിയോട് പറയുന്നു, അലയ്യ ബിമിഅതി ബിലിൻ ബിഅഹ്ലാഫിഹാ വഅഖതാബിഹാ യാ റസൂലല്ലാഹ്. 100 ഒട്ടകവും അതിലുള്ള സാധന സാമഗ്രികളും ഞാൻ നൽകാൻ നബിയേ, നൽകാൻ നബിയേ. 100 ഒട്ടകം. ചിന്തിച്ചു നോക്കി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സുന്ദരമായ വാഹനമാണ് ഒട്ടകം. പിരിവ് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം. അലിയ ബിമിഅതി ഇബ്ലിൻ ബിഅഹ്ലാഫിഹാ വഅഖതാബിഹാ യാ റസൂലല്ലാഹ്. 100 ഒട്ടകം ഞാൻ കൊടുക്കാം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വർത്താനം കേട്ടിട്ട് അന്ന് ഓക്കേ എന്ന് പറഞ്ഞിട്ടില്ല, നബി മൈൻഡ് ചെയ്തില്ല എന്നാണ് ചരിത്രം. അതൊക്കെയാണ് നബിയുടെ പിരിവ്. നമ്മളോർക്ക് പിരിവെന്ന് പറയുമ്പോൾ നമുക്ക് വിഷം അല്ലേ? നബി പിരിച്ചിട്ടുണ്ടോ? ആ ഹദീസാണ്, ചരിത്രം കേൾക്കുന്നുണ്ടോ? ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, ആരാണ് ഈ ദീനിനെ സഹായിക്കാനുള്ളത്? തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയാണ്. ആരുടെ കയ്യിൽ ഒന്നുമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല വീണ്ടും എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലിയ ബിമിഅതൈ ഇബ്ലിൻ ബിഅഹ്ലാഫിഹാ വഅഖതാബിഹാ യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂലേ 200 ഒട്ടകവും അതിലുള്ള സാധന സാമഗ്രികളും ഞാൻ നൽകാൻ റെഡിയാണ് നബിയേ. 200 ഒട്ടകം. ഒരാളിപ്പോ ഇന്നിപ്പോ വാത് പറയുമ്പോ ഇങ്ങനെ പിരിക്കുമ്പോ ഒരാൾ എഴുന്നേറ്റിട്ട് പറയാ 100 ഇന്നോവ ക്രിസ്റ്റ നമ്മുടെ വക. ആരെങ്കിലും പറയോ? അന്നത്തെ ഏറ്റവും ടോപ്പ് വാഹനമാണ് ഒട്ടകം. 100 ഒട്ടകം പറഞ്ഞിട്ട് നിർത്തിയില്ല, വീണ്ടും എഴുന്നേറ്റിട്ട് പറയാണ് 200 ഒട്ടകം. ഏറ്റവും ടോപ്പ് ഒട്ടകമാണ് കൊടുക്കാമെന്ന് പറയുന്നത്. അതൊക്കെയാണ് കൊടുക്കൽ. ചിന്തിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് പറയട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് പറഞ്ഞേ. അബ്ദുള്ള. അല്ലാഹുവേ സ്വീകരിക്കണം റബ്ബേ, കബൂലാക്കണേ അല്ലാഹുവേ സ്വീകരിക്കണം റബ്ബേ. അബ്ദുള്ള എന്ന സഹോദരനെ നീ കബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. പാപങ്ങളുടെ കണ്ണീരപ്പാ നിരാലംബർ കവലംബമാകാൻ നീ അദ്ദേഹത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അദ്ദേഹം ഏറ്റെടുത്തതാകുന്ന ഒരു കിൻഡിൽ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ സ്വീകരിക്കണം റബ്ബേ. ബാക്കി വെച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണം അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തതുപോലെയാണ് എല്ലാ ഏറ്റെടുക്കൽ. അല്ലാഹുവേ സ്വീകരിക്കണം റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നാളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോടൊപ്പം റസൂലുള്ളാഹിയുടെ ചാരത്ത് നിലകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ റബ്ബേ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നിയ്യത്ത് വെക്ക്, സമ്പത്ത് വരും. അതിനല്ലേ ഇപ്പൊ പറഞ്ഞ ടിക്കൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ, കാശ് പുറകെ വരും. നിങ്ങൾ നിയ്യത്ത് വെച്ചോ, വെച്ചടി കയറ്റമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ 200 ഒട്ടകം ഞാൻ നൽകാൻ റെഡിയാണ് നബിയേ. അപ്പൊ നബി തങ്ങൾ എന്താ, എന്നാ ഓക്കേ വാ ഉസ്മാനെ ഇവിടുന്ന് കൈ കൊടുത്തോ, മൈൻഡ് ചെയ്തില്ല. നബിയുടെ പിരിവതാ. തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞില്ല എന്നാണ് ഹദീസ്. ലം യൽതഫിത് ഇലൈഹി. നബി തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. നബി വീണ്ടും ചോദിച്ചു, ആരെ ഈ ദീനിനെ ശക്തിപ്പെടുത്താനുണ്ട്? കാരണം ആവശ്യമുണ്ട്, ഇനിയും പൈസ ആവശ്യമുണ്ട്, സംഭവങ്ങൾ ആവശ്യമുണ്ട്. ഉടനെ എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, അലയ്യ ബിസലാസിമിഅതി ബിലിൽ ബിഅഹ്ലാഫിഹാ വഖതാബിഹാ യാ റസൂലല്ലാഹ്. 100 അല്ല 200 അല്ല 300 ഒട്ടകം ഞാൻ നൽകാൻ റെഡിയാണ് നബിയേ. 300 ഒട്ടകം ഞാൻ റെഡിയാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അതുപോലെ ഏറ്റെടുത്ത് ആരെങ്കിലും പറയാനുണ്ടോ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് ആള് പോയിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 300 ഒട്ടകം പറഞ്ഞപ്പോഴും നബി നിർത്തിയോ? നിർത്തിയില്ല. അപ്പൊ അദ്ദേഹം സദസ്സിൽ എഴുന്നേറ്റെന്നാണ്. ഫഖാമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഫഖറജ ഇലാ ബൈതിഹി. വീട്ടിലേക്ക് പോയി. എന്നിട്ട് സ്വർണത്തിന്റെ വഴി കിഴി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. സ്വർണത്തിന്റെ കിഴി നബിയുടെ മടിയിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിഴി അങ്ങോട്ട് അഴിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഫലഇബ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അതിങ്ങനെ മടിയിലിട്ട് ഇങ്ങനെ കളിച്ചു. കുട്ടികൾ കളിക്കുന്നത് പോലെ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചു നിൽക്കുക. ഒരാളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അത്യാവശ്യം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കൊടുക്കൽ. അതിങ്ങനെ മടിയിലിട്ടിട്ട് നബി തങ്ങൾ ഇങ്ങനെ ആ സ്വർണ്ണനാണ് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കളിച്ചു എന്നാണ്. ഫലഇബ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സന്തോഷം കൊണ്ട് നബി പറഞ്ഞതെന്നറിയോ? ഒരൊറ്റ വാക്ക് പറയാ, സ്വർഗത്തിൽ അങ്ങ് കടത്തി. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒറ്റ കൊടുക്കൽ. നബി തങ്ങൾ പറഞ്ഞു, മാലറ ഉസ്മാൻ മാ അമില ബഅദ ഹാദൽ യൗം. ഉസ്മാൻ പിഴച്ചിട്ടില്ല സ്വഹാബാ. ഉസ്മാൻ പിഴയ്ക്കുകയില്ല. മാ അമില ബഅദ ഹാദൽ യൗം. ഈ കൊടുക്കലിലൂടെ, ഈ കൊടുതിയിലൂടെ ഉസ്മാൻ പിഴച്ചിട്ടില്ല.
നിലയ്ക്കുകയില്ല. ഉസ്മാൻ സ്വർഗ്ഗം വാങ്ങിപ്പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വർഗ്ഗം വാങ്ങാൻ കാരണക്കാരനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഒരൊറ്റ സദഖയിലൂടെ എന്ന് പഠിച്ചു വെക്കണേ മുസ്ലിമേ. നമ്മൾ ആവശ്യമുള്ളിടത്ത് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.